ഞാൻ പൗത്രനാ. മുതലാളിക്ക് വീണ്ടും അസുഖം തുടങ്ങിയിരിക്കാം. അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. മേനോ സാർ അവിടെ ഉണ്ടെങ്കിൽ മാറി എന്നോളാൻ പറയൂ. വേഗം ചെന്ന് വലിയേട്ടന് വിവരം അറിയിക്ക്. സിദ്ധാർത്ഥന് വീണ്ടും? അതെ, നിങ്ങൾ കുറച്ചു നേരത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരുന്നോളൂ. എന്തിന്? ഏറി വന്നാൽ അവൻ എന്നെ കൊല്ലുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. എന്നാലെങ്കിലും മാറട്ടെ അവന്റെ അസുഖം. നിന്റെ അമ്മയാ വിളിക്കുന്നത്. ഇല്ല, എന്റെ അമ്മ മരിച്ചുപോയി. കൊന്നു. ഇയാൾ കൊന്നു. കൊല്ലിഞ്ഞാൻ എല്ലാവരെയും കൊല്ലിഞ്ഞാൻ. അച്ഛനൊന്നും ചെയ്യരുത്. അമ്മയാണ് പറയുന്നത് സിദ്ധാർത്ഥ. അരുത് മോനെ, അച്ഛനൊന്നും ചെയ്യരുത്. തടയണ്ട. കൊല്ലട്ടെ. വിടവനെ. മാറി സിദ്ധാർത്ഥൻ. തോക്കുതായടാ, തോക്കുതായാ പറഞ്ഞേ. ഇവിടത്താ താരാ ഞാനാ പറയുന്നേ. നടക്കാൻ. തൃപ്തിയായല്ലോ. 3-3.5 കൊല്ലമായിട്ട് അവൻ വരാതിരുന്ന അസുഖം വീണ്ടും വരുത്തിയപ്പോ സമാധാനമായല്ലോ നിനക്ക്? അച്ഛാ, ഞാൻ സിദ്ധാർത്ഥ അടുത്ത് കാര്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. കാര്യോ? അവനോട് ആലോചിക്കാതെ നിനക്ക് തോന്നിയ മാതിരി കാര്യങ്ങളൊക്കെ ചെയ്തോ. ഞാൻ പറഞ്ഞിരുന്നോ നിന്നോട്? നിങ്ങളിടയിലേക്ക് എന്റെ പേര് വലിച്ചെടുത്തപ്പോ നീ എന്താ നേടിയത്? അത് മാത്രമല്ല സർ, എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ അങ്ങനെയൊക്കെ സിദ്ധാർത്ഥ മുതലാളിയെ വേദനിപ്പിച്ചു. അമേരിക്കയിലൊന്നും പോയി പഠിച്ചിട്ട് വലിയ കാര്യമില്ല. ബുദ്ധിയും വിവേകവും ആ മനുഷ്യൻ ആദ്യം വേണ്ടത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നല്ലതിന് വേണ്ടി മാത്രം. അച്ഛനെന്താ എന്നെ മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിയതൊക്കെ മതി. എനിക്കൊന്നേ പറയാനുള്ളൂ, സിദ്ധാർത്ഥന്റെ മനസ്സ് വേദനിക്കുന്ന ഒന്നും ഒരു കാര്യവും ഇവിടെ ആരും ചെയ്യാൻ പാടില്ല. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. അയാൾ എന്ത് ചെയ്താലും കുറ്റമില്ല, കുറ്റം മുഴുവൻ എനിക്കാ. കുറെ കാലം ഞാൻ ക്ഷമിക്കണു. ഇനി വയ്യ. എനിക്കുണ്ട് ഒരു ഐഡന്റിറ്റി. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നടത്തുക തന്നെ ചെയ്യും.